നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. അമ്മയുമായി കലഹിച്ച് ഫ്ളാറ്റിൽ നിന്നും കുതിരയോടിയ ആ 13-കാരി പെൺകുട്ടി ഓടിപ്പോയത് മരണത്തിലേക്കാണ്. വാർത്തയിലേക്ക്. രക്ഷിക്കാൻ ഓടിയെടുത്തവർ കണ്ടത് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 12-ാം നിലയിൽ നിന്ന് എടുത്തു ചാടുന്ന കുട്ടിയെ. കൂട്ടുകാരിക്ക് ഫ്ളാറ്റിൽ നിന്ന് തൂങ്ങിയാടുന്ന തന്റെ കാലുകളുടെ ചിത്രം അഴിച്ചുകൊടുത്ത് അവൾ കുറിച്ചു, ഞാൻ പോകുന്നു. ഇക്കഴിഞ്ഞ നവംബർ 15 വെള്ളിയാഴ്ച രാത്രി അർദ്ധരാത്രിയിൽ വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അമ്മയുമായി കലഹിച്ച് ഫ്ളാറ്റിൽ നിന്ന് കുതിരയോടിയ ആ പെൺകുട്ടി മരണത്തിലേക്കാണ് പോയതെന്ന് ഉൾക്കൊള്ളാൻ അയൽക്കാർക്ക് ഇനിയുമായിട്ടില്ല. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ 12-ാം നിലയിൽ നിന്ന് ചാടി മരിച്ച നിലയിൽ കണ്ടെത്തിയ ആ പെൺകുട്ടിയെ ഓർത്ത് കരയാത്തവർ ആരും തന്നെയില്ല. മരിക്കുമ്പോൾ 1 മാസം ഗർഭിണിയായിരുന്നു പിങ്കി എന്ന വിളിപ്പേരിൽ ഇന്നറിയപ്പെടുന്ന ആ പെൺകുട്ടി എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ബാങ്കോക്കിലാണ് സംഭവം. നവംബർ 11-ന് 6 യുവാക്കൾ ചേർന്ന് പിങ്കിയെയും കൂട്ടുകാരിയെയും ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന് അമ്മ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസ് എത്തിയാണ് അന്ന് പിങ്കിയെയും ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയെയും രക്ഷപ്പെടുത്തിയത്. ഇത് കഴിഞ്ഞ് 4-ാം ദിവസം അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. മരിക്കുന്നതിന് മുൻപ് അവൾ ഈ വിവരം പങ്കിട്ടത് താൻ ഏറെ സ്നേഹിക്കുന്ന സമപ്രായക്കാരിയായ കൂട്ടുകാരിയോടായിരുന്നു. കെട്ടിടത്തിന്റെ മുകളിലിരുന്ന് താഴേക്ക് തൂങ്ങിയാടുന്ന തന്റെ കാലുകളുടെ ഒരു ചിത്രം അഴിച്ചു കൊടുത്ത ശേഷമാണ് അവൾ മരണത്തിലേക്ക് യാത്രയായത്. ഒപ്പം ഏതാനും വാക്കുകളും, ഞാൻ പോകുന്നു. മരണത്തിനു മുൻപ് ഫേസ്ബുക്കിൽ ഒട്ടേറെ പോസ്റ്റുകളും പെൺകുട്ടി കുറിച്ചിരുന്നു. ഗർഭിണിയല്ലായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ തന്നെ മരിച്ചിരുന്നേനെ എന്നും പോസ്റ്റിൽ ഉണ്ടായിരുന്നു. പീഡനത്തിനിരയായത് നവംബർ 11-നായിരുന്നുവെങ്കിലും അതിനു മുൻപേ പെൺകുട്ടി ഗർഭിണിയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞത്. മുൻപും അതിക്രൂരമായ പീഡനങ്ങൾക്ക് പെൺകുട്ടി വിധിയായിട്ടുണ്ടായേക്കാമെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. നവംബർ 11-ന് നടന്ന അതിക്രൂരമായ ബലാത്സംഗം പെൺകുട്ടിയുടെ മനോനില തെറ്റിച്ചുവെന്നാണ് അമ്മ പറയുന്നത്. ഈ സംഭവത്തോടെ അവൾ അധികം സംസാരിക്കാറില്ലായിരുന്നു. അവൾക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനായിരുന്നു എന്റെ ശ്രമം. എന്നാൽ എല്ലാം വെറുതെയായി. പെൺകുട്ടിയുടെ അമ്മ ഏറെ വിങ്ങലോടെ ഇക്കാര്യങ്ങൾ ഓർക്കുന്നു. പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതിന് തൊട്ടു മുൻപ് അവളെ മരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അമ്മ ശ്രമിച്ചതായും ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരുന്നു. എന്നാൽ പോലീസിൻ്റെത് മറ്റൊരു കഥയാണ്. പെൺകുട്ടി ലഹരിമരുന്ന് സംഘത്തിന്റെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. ആയുധക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത 2 പേരാണ് നവംബർ 11-ലെ സംഭവത്തിലെ പ്രതികൾ. ഒരാളെ ഇതിനോടകം അറസ്റ്റ് ചെയ്തു. നവംബർ 11-ന് ഇവരുടെ ഫ്ളാറ്റിൽ പിങ്കിയും കൂട്ടുകാരിയും ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായെന്ന് പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അന്ന് ഇരുവരെയും മോചിപ്പിച്ചത്. അപ്പോഴേക്കും പ്രതികൾ കടന്നുകളഞ്ഞിരുന്നു. പിങ്കി ലഹരിമരുന്ന് ഉപയോഗിക്കാറുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ പ്രതികളെ ബോധപൂർവം രക്ഷപ്പെടുത്താൻ പോലീസ് കള്ളക്കഥ ചമയ്ക്കുകയാണെന്നാണ് നാട്ടുകാരും മാധ്യമങ്ങളും ആരോപിക്കുന്നത്. 6-അംഗ സംഘം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന ബന്ധുക്കളുടെ ആരോപണത്തെ പോലീസ് മുഖവിലക്കെടുത്തില്ല എന്നും പെൺകുട്ടിയുടെ അമ്മ പരാതിപ്പെടുന്നു. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അതിദാരുണമായി പീഡിപ്പിക്കപ്പെട്ടിട്ടും കുറ്റവാളികൾ ഒന്നും സംഭവിക്കാത്തതുപോലെ തെരുവിൽ യഥേഷ്ടം സഞ്ചരിക്കുന്നത് തികച്ചും ഖേദകരം തന്നെയാണ്. അവൾക്ക് നീതി കിട്ടുന്നതുവരെ പോരാടും, പിങ്കിയുടെ സുഹൃത്തുക്കൾ പറയുന്നു. മരണമുണ്ടായ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇതേക്കുറിച്ച് രാജ്യാന്തര തലത്തിലും പ്രതിഷേധം ശക്തമാവുകയാണ്. മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.